ലിമിറ്റഡ് റൈറ്റ്സ് ഉള്ള ഒരു സ്ഥാപനമായ ഞങ്ങളോട് ഞങ്ങൾക്ക് അറിയാത്ത ഒരു വിഷയത്തെപ്പറ്റി ചോദിക്കുന്നു എന്ന രീതിയിൽ ഒരു ആരോപണം എന്ന കണക്കാണ് അവർ നേരത്തെ കോടതിയിൽ പറയുകയും ഈ എൻക്വയറി എല്ലാം തന്നെ SFIയുടേത് ക്വാഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതും. അതിൽ തന്നെ അവർ പറയുന്നത് ഇതിലൊരു പൊതു താല്പര്യമില്ല എന്നും അത് ഒരു നോൺ സ്പീക്കിംഗ് ഓർഡർ ആണ് എന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു നാച്ചുറൽ ജസ്റ്റിസിന്റെ വയലേഷൻ ഉണ്ട് എന്നും അതുകൊണ്ട് ഈ നടപടികളെല്ലാം തന്നെ ക്വാഷ് ചെയ്യണം എന്നുമാണ് ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. അപ്പൊ ഈ കോടതിയിലേക്ക് ഇനി 26-ാം തീയതിയോ മറ്റുമാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ആ സമയത്തേക്ക് ഇവര് ഒരു അഫിഡവിറ്റിയുടെ ഭാഗമായിട്ട് ഈ രേഖകളെല്ലാം തന്നെ സമർപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കോടതിക്ക് ചോദിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ എതിർഭാഗത്തിന് അവിടെ സൂചിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ വിവരം ഇവർ നേരത്തെ മറച്ചുവെച്ചു എന്നും അത് ഹാജരാക്കിയില്ല എന്നും പകരം ഇവർക്ക് ഇത് ചോദിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള അവകാശാധികാരങ്ങളും ഇല്ല എന്നും ഇവർ പറഞ്ഞതിനെ പറ്റിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കൂടുതലാണ്. ഇവിടെ അവരാരെയോ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയും തങ്ങളുടെ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇൻവോൾവ്മെന്റ് എന്നതിനെ മറച്ചു വെക്കാനായിട്ട് കോടതിയിൽ പോലും അവർ ശ്രമിച്ചു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം, അത് വന്ന് നമ്മൾ ചർച്ചയിൽ സൂചിപ്പിച്ചതാണ്. കമ്പനീസ് ആക്ടിന്റെ തന്നെ 2 പ്രൊവിഷൻസ്, പ്രൊവിഷൻ 128 അനുസരിച്ച് ഒരു സ്ഥിരം ഡയറക്ടർ ഉള്ളപ്പോൾ ആ ഡയറക്ടർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ആ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണെങ്കിലും അവരുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള രേഖകളാണെങ്കിലും ഒക്കെ തന്നെ പ്രവൃത്തി ദിവസങ്ങളിൽ പരിശോധിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ഡയറക്ടർക്കുണ്ട്. അപ്പോൾ CMRലുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള ചില തട്ടിപ്പുകളും കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്ന് ഒരു ആരോപണത്തിന്റെ അല്ല, കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് അവിടെ വരികയും അത് ഒരു ഫൈനാലിറ്റി എത്തുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ്. കാരണം അത് അൺചാലഞ്ച്ഡ് ആയിട്ട് കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെടാത്ത രീതിയിൽ ഇന്ന് വരെ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സ്ഥിരം ഡയറക്ടറുള്ള സ്ഥിതിക്ക് KSADCക്ക് CMRലിനോട് ഈ വിഷയത്തിൽ വിശദീകരണം ആരായാം എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉൾപ്പെടെ അവരുടെ ഫൈനാൻഷ്യൽ ഡീൽസ് മുഴുവൻ പരിശോധിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുവരെയും അവരിങ്ങനെ റിപ്പോർട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് മറ്റേ മിസ്റ്റർ ബീൻ വെയിറ്റ് ചെയ്യുന്നത് പോലെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എന്താണോ എംപവേർഡ് ആയിട്ടുള്ളത് ആ കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല എന്നാണ്. അതേപോലെ തന്നെ ഈ നിയമത്തിൽ പറയുന്നതനുസരിച്ച് ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസുകൾ ഉണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ പൊതു താല്പര്യത്തിൽ ഇവർ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ NCLT എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കമ്പനീസ് ലോ ട്രിബ്യൂണലുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കുന്നത് അവരാണ്. അവിടെ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകാം. പരാതി നൽകുന്നതിന്റെ ഭാഗമായിട്ട് ഇതിൽ തെറ്റായിട്ടുള്ള മാൽ പ്രാക്ടീസസ് നടത്തുന്ന ആൾക്കാർക്ക് അവർക്ക് ഈ കമ്പനിയിലുള്ള അധികാരം നഷ്ടപ്പെടുന്നത് ഉൾപ്പെടെ ആ കമ്പനിയുടെ പ്രവർത്തനം തന്നെ മരവിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പല നടപടികളിലേക്കും പോകാനായിട്ട് എംപവേർഡ് ആയിട്ടുള്ള ഒരു ട്രിബ്യൂണൽ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ ഇത് ഒന്നും തന്നെ തങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മൂവ് ചെയ്യുന്നതിന് KSADC തയ്യാറായിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സ്ഥിരം ഡയറക്ടർ അവിടെ ഉണ്ടാവുകയും 13.4% സ്റ്റേക്ക് ഉണ്ടാവുകയും ചെയ്തതിന് ശേഷം അവർക്ക് ചെയ്യാൻ എംപവേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യാതെ ഇരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതിൽ ഒരു പങ്കാളിയാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഒരു അന്വേഷണം തീർച്ചയായിട്ടും 100% സാധുതയുള്ളതാണ്. അതല്ല എന്ന് വാദിക്കുന്ന എല്ലാവരും എന്തുകൊണ്ടാണ് KSADCയുടെ ഭാഗത്ത് നിന്ന് സുദീർഘമായിട്ടുള്ള ഒരു കാലയളവിൽ ഇത്രയും വലിയ അലംഭാവം ഉണ്ടായത് എന്ന് വിശദീകരിക്കണം. കാരണം ഇന്ന് ഇവർ പറയുന്നത് ഞങ്ങളിത് കൊടുക്കുന്നതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു വിധി വരികയും ആ വിധിയെ തുടർന്ന് ഞങ്ങൾ വിശദീകരണം ആരാഞ്ഞു എന്നുമാണ് പറയുന്നത്. വളരെ കൃത്യമായിട്ട് ROC KSADCയോട് ചോദിക്കുന്ന സമയത്തും പറഞ്ഞിരിക്കുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട ഒരു വിധി വന്നിട്ടുണ്ട്, അതിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്, അതേക്കുറിച്ച് ശ്രീ ഷോൺ ജോർജ് ചില പരാതികൾ നൽകിയിട്ടുണ്ട് എന്നത് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു കത്ത് അവിടെ വെക്കുന്നത്. ആ കത്ത് പോലും, അതായത് ഷോൺ ജോർജ് എന്തൊക്കെ പരാതികളാണോ പറഞ്ഞിരിക്കുന്നത് അതിന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് KSADC മറുപടി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ROC അവർക്ക് അയച്ചിരിക്കുന്ന ഷോൺ ജോർജിന്റെ കത്ത് അതുപോലും അവർ കോടതിയിൽ ആദ്യത്തെ ഘട്ടത്തിൽ കൊടുത്തിട്ടില്ലായിരുന്നു എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് തങ്ങളുടെ ഭാഗത്തിന് ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുകയും ലഭ്യമായിട്ടുള്ള കുറേയധികം ഇൻഫർമേഷൻ ഹൈഡ് ചെയ്യുകയും ചെയ്തത് KSADC ആണ് എന്നതുകൊണ്ട് തന്നെ എത്തിക്സ് പോലും ഇല്ലാത്ത ഒരു സ്ഥാപനമായിട്ട് അവർ അധപ്പതിച്ചു എന്ന് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ.